ഇന്നലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സൈനികരെ, നമുക്ക് വേണ്ടി മഞ്ഞും വെയിലും ഉറക്കവും ഒഴിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യം കാക്കുന്ന സൈനികരെ കാണാനായി നേരിട്ടെത്തി. ഇതാവണം ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിലെ ഉധംപൂരിലുള്ള വ്യോമ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന സൈനികർ അല്ലേ, പകലാണോ രാത്രിയാണോ, മഞ്ഞുണ്ടോ മഴയുണ്ടോ വെയിലുണ്ടോ ഇതൊന്നും അറിയില്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നിർദ്ദേശം കിട്ടിയാൽ, ഒരു ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ അറ്റാക്കിന് പോവുക, എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാൽ പ്രതിരോധിക്കുക. ഇതൊറ്റ ചിന്ത മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നത്. വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ലെന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയെ അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കി. അതായത്, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും, നിങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ സൈനികരും ആത്മാഭിമാനം ഉണ്ടാവുകയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവരെ അഭിനന്ദിക്കുന്നത്. ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പഞ്ചാബിലെ ഒരു വ്യോമത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ ഈ വ്യോമസേനയിലെ കമാൻഡർമാർ, ടെക്നിക്കൽ സ്റ്റാഫ്, പൈലറ്റ് ഇവരെല്ലാം നിറഞ്ഞിരിക്കല്ലേ. അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പ്രധാനമന്ത്രി പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ രാജ്യം സംതൃപ്തി രേഖപ്പെടുത്തുന്നു, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഹീറോകളാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ഉന്മേഷം, ഒരു എനർജി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതിനപ്പുറമാണ്. നമുക്കറിയാം, ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഹമാസ് നിരന്തരമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവും. ഈ സമയത്തൊക്കെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യും. ഈ തിരിച്ചടിച്ചതിന് ശേഷം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും ഈ ആർമി ക്യാമ്പുകളിലേക്ക് എത്തും. എന്തിന്? ഗസയിലേക്ക് കടന്നു കയറിയതിന് ശേഷം ഗസയിൽ ആക്രമണം നടത്തിയ ആർമി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് അദ്ദേഹം നടന്ന് ചെല്ലുകയും നടന്ന് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് വിശദീകരിക്കുകയും ചെയ്തു. അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു എനർജി, അവർക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറത്തേക്കാണ്. ഇവിടെ എന്താ, പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനകളുടെ, ഭീകരവാദ സംഘടനകളുടെ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. അവർക്കൊരു തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ്റെ എയർബേസുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് വലിയ മുന്നേറ്റം നമ്മൾ നടത്തി. പാകിസ്ഥാനിലെ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാനോ ലാൻഡ് ചെയ്യാനോ കഴിയാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി. അതിലൊക്കെ ഈ മികവ് പുലർത്തിയ ഈ വ്യോമസേനയാണ്. ആ വ്യോമസേനയുടെ ഒരു താവളത്തിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരി നേരിട്ടെത്തുന്നു. അപ്പോൾ അവർക്ക് കയ്യകലത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വരും തലമുറകളെ രക്ഷിച്ചത് നിങ്ങളുടെ പ്രവൃത്തികളാണ്, ഇത്തരം ഭീകരവാദികളെ എന്തിനാ. അപ്പോൾ അവർക്ക് പ്രധാനമന്ത്രിയോട് എന്ത് പറയണമെന്നറിയില്ല. നമുക്ക് ചില സമയത്ത് സന്തോഷം അമിതമായാൽ വാക്കുകൾ പുറത്തേക്ക് വരാതെ വരും, അല്ലേ? അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വന്നു എന്ന് മാത്രമല്ല, ഓരോ വിമാനത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു, പൈലറ്റുമാരുടെ സംസാരിക്കുന്നു, ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, എങ്ങനെയാണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ ഭാരതീയനും അഭിമാനം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കുക, ഓരോരുത്തരും ചെന്നിട്ട് ഓരോ വൈമാനികനെ അഭിനന്ദിക്കുന്നതിന് തുല്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കാത്ത നമ്മുടെ പ്രധാനമന്ത്രി അവരുടെ അടുത്ത് നേരിട്ട് എന്ന് ആ സന്തോഷവും അഭിമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും ഒരു എന്താ പറയുക, നമ്മുടെ രോമകൂപങ്ങൾ പോലെ എഴുന്നേറ്റിരിക്കില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, രാജ്യത്ത് ആദ്യമായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ അല്ലെ, ഈ സൈനികർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്, നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അഭിനന്ദനത്തിന് അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു. അവർ പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു, അതായത് ഫോട്ടോകൾ എടുക്കുന്നു. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് അന്യമായ ഒന്നല്ല, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല, നമുക്കൊപ്പമുള്ള ഒരാളാണ് എന്ന് സൈന്യത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഒപ്പം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ധൈര്യമായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, എന്തിനും ഞാൻ കൂടെയുണ്ട് എന്ന ഒരു പ്രധാനമന്ത്രി ശക്തമായി നിന്ന് പറയുമ്പോൾ ആ സൈന്യത്തിൻ്റെ ഒരു ഊർജം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സൈനികരോടൊപ്പം നിന്ന് ഈ അവർക്കൊപ്പം കാര്യങ്ങൾ നടത്തുന്നതിന് ശേഷം എൻ്റെ സഹോദരൻ മിലിറ്ററിയിലാണ്. പഞ്ചാബിലാണ് സഹോദരൻ, പഞ്ചാബിലാണ്, അവൻ മിലിറ്ററിയിലാണ്. ഞങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ ധൈര്യമാണ്. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മുടെ സൈനികരെ കാക്കാൻ നമുക്കൊരു ആളുണ്ട്. ഇപ്പൊ എൻ്റെ അനിയനെ പോലെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ പോലെ ഒരുപാട് പേർ ഈ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. ഈ സിനിജി അറിയാമോ എന്ന് എനിക്കറിയില്ല. ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും
പേടിക്കുകയും ചെയ്യുന്നത് സൈനികരുടെ കുടുംബാംഗങ്ങളാണ്. തീർച്ചയായിട്ടും അവരുടെ അമ്മയോ ഭാര്യയോ കാരണം സഹോദരിയോ ഒക്കെ ആയിരിക്കും അല്ലേ? നമുക്ക് ഈ സഹോദരൻ ഈ പഞ്ചാബ് അതിർത്തിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇപ്പൊ ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാത്തൊരു ഭയമാണ്. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, എന്തെങ്കിലും ആയിപ്പോ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പേടിയാണ്, ഭയമാണ്. അപ്പൊ നമ്മളെ വല്ലാതെ ഇത് അമ്മയൊക്കെ ആണെങ്കിൽ ഡെയിലി കരച്ചിലും ബഹളവും ഒക്കെ തന്നെയാണ്. ഈ ജോലിക്ക് വിടണ്ടായിരുന്നു എന്ന് വരെ അവന്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത തൊഴിലാണ് രാജ്യസേവനം എന്ന് പറയുന്നത്. അച്ഛനും ഈ മേഖലയിലായിരുന്നത് കൊണ്ടാണ് അവനും അത് തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ വീട്ടിലിരിക്കുന്നവർക്കുണ്ടാവുന്ന ഒരു വല്ലാത്തൊരു, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഈ സൈനികരെ പുച്ഛത്തോടെ പറയുന്ന കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ജോലി ചെയ്യണം, അവരെ വീടുകളിലേക്ക് പോകണം. ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് ഭാര്യയും മക്കളും അമ്മയും സഹോദരങ്ങളും ജീവിക്കുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, രാജ്യം കാക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ്. ഇപ്പൊ ഈ ഒരു യുദ്ധം വന്നപ്പോൾ എൻ്റെ അമ്മ പോയി അനിയന് വേണ്ടി ഗുരുവായൂരിൽ ശയനപ്രദർശനം നടത്താന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിൽ നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അതൊരു തമാശയാണെങ്കിൽ പോലും അമ്മയുടെ മനസ്സിൽ ഒരു വല്ലാത്ത ദുഃഖവും ഭയവും. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ന്യൂസ് റൂമിലാണെങ്കിൽ പോലും പലപ്പോഴും ഇത് ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മുടെ ഉള്ളില് അവൻ ഓക്കെ ആയിരിക്കുമോ, അവൻ ആഹാരം എന്തെങ്കിലും കഴിച്ചു കാണുമോ, അവൻ മുഖത്തുണ്ടാവുമോ, അവൻ സേഫ് ആയിരിക്കില്ല, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ. അവൻ ഒന്ന് വിളിക്കുന്നത് വരെ നമുക്ക് ഈ ടെൻഷൻ ഇങ്ങനെ. വിളിച്ചു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഡ്രോൺ ആക്രമണം, പാക് മിസൈൽ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയവും പേടിയുമാണ് എല്ലാ സൈനികരെ ഓർത്തും. ഇപ്പം നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ എല്ലാ സൈനികരുടെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഒരു മകനെയൊക്കെ വെച്ചിട്ട് ഈ രാജ്യസേവനത്തിന് ഇവിടുന്ന് അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ രാജ്യത്തിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് മക്കളെ വിടുന്നത് എന്നുള്ളതാണ് അവരുടെ ഇഷ്ടം. അപ്പൊ അച്ഛനമ്മമാർ രാജ്യസ്നേഹം. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഉണ്ടാവുന്ന അപ്പൊ ആർക്കും, ഒരു സൈനികർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന ഒരു കരുതലുണ്ട്. ആ കരുതലിന് വേണം നമ്മളൊരു അഭിനന്ദനം നൽകാൻ എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ അതിന് കഴിയൂ. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ജയശങ്കറിനും ഒക്കെ ചേർന്ന ഒരു ടീംസിന് മാത്രമേ ഇതിന് കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. നമ്മുടെ സൈനികർ സുരക്ഷിതരാണ് എങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് അതിലും കരുത്തുറ്റ കരങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി ഈ പഞ്ചാബിലെ ഈ സൈനിക ക്യാമ്പ് സന്ദർശിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സൈനിക ക്യാമ്പിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ സൈനികർ പോലും അറിയുന്നത് പ്രധാനമന്ത്രിയുടെ. അപ്പൊ ഞങ്ങളെ കാക്കാനായിട്ട്, ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനുണ്ട്. ഇതുപോലെയുള്ള ഒരു പ്രധാനമന്ത്രിയും ആ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിസഭയുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈന്യത്തിന്റെ ശക്തി. നമുക്കറിയാലോ, കര, വ്യോമ, നാവിക സേനകൾ ഒരുപോലെ യുദ്ധസന്നദ്ധരായിരുന്നു. നമ്മൾ അറബിക്കടലിൽ നിന്ന് പോലും റോക്കറ്റുകളൊക്കെ വിക്ഷേപിച്ച് പരിശീലനം നടത്തി. വ്യോമസേനയുടെ വിമാനങ്ങൾ നിരവധി പരിശീലനങ്ങൾ നടത്തി. കൂടാതെ ടാങ്കറുകൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ഉൾപ്പെടെ പരിശീലിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സൈനിക മേധാവികൾ. ഈ സൈനിക മേധാവികൾക്ക് എല്ലാം ഉറപ്പ് നൽകിയതാരാ? ഇന്ത്യൻ ഭരണകൂടം. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ ഇങ്ങനൊരു നടപടി ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് യോഗം കൂടിയിട്ട് തീരുമാനിച്ചത് എന്താ? ഉചിതമായ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നടപടി സ്വീകരിക്കാം. അതായത് ഇന്ത്യൻ സൈന്യം എപ്പോൾ വേണമെങ്കിലും അടിച്ചോളൂ, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അറ്റാക്ക് നടത്തുകയും അവിടുത്തെ വ്യോമ കേന്ദ്രങ്ങൾ തകർക്കുന്നു, തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളെ മുഴുവൻ കത്തിച്ചില്ലാതാക്കുന്നു. ആ സമയത്താണ് ഇന്ത്യൻ വിജയം ഏതാണ്ട് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ കരസേനയും നാവികസേനയും ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം വ്യോമസേനയുടെ ക്യാമ്പിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെല്ലുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഞങ്ങളെ പിന്തുണയ്ക്കാൻ നേരിട്ട് പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അവർക്ക് കൈയെത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്ര ഉയരത്തിലിരിക്കുന്ന ഒരാളല്ല. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ തോളിൽ തട്ടി അഭിനന്ദിക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ലീഡർ. അതാണ് നരേന്ദ്രമോദി. അപ്പോൾ ലോക രാജ്യങ്ങളുടെ തലവന്മാർക്കൊക്കെ മാതൃകയാവാവുന്ന രീതിയിൽ ഈ നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെതന്യാഹു എന്തിനാണ് ഈ യുദ്ധമുഖത്തേക്ക് ചെല്ലുന്നത്? അവിടുത്തെ സൈനികർക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു നൽകാനാണ്. ഈ കോൺഫിഡൻസ് ആണ് നരേന്ദ്രമോദി ഇപ്പോഴും പകർന്നു നൽകിയത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ, നമ്മുടെ അതിർത്തിയിൽ വെടിയൊച്ച ഉയർന്നു കേട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ
തുടരും. തുടരുമ്പോൾ ഈ വ്യോമ മേഖലയായിരിക്കും ആദ്യം അടിക്കുന്നത്. കാരണം എന്താ അറിയാം, പാകിസ്ഥാൻ്റെ എയർബേസുകൾ തകർത്തോടുകൂടി അവിടെ നിന്ന് ഇനി വ്യോമ മേഖല ഒരു ആക്രമണം, ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇതൊന്നും അവർക്കില്ല. പക്ഷേ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. ഇന്ത്യൻ വ്യോമസേന അടിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം വ്യോമ പ്രതിരോധം നമ്മുടെ വളരെ സൂക്ഷ്മമാണ്, ശക്തമാണ്. S-400 ഉണ്ട്, ആകാശ് പോലെയുള്ള സംവിധാനമുണ്ട്. ഇനി അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രം മതി. ആ സേനയ്ക്കാണ് കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ചെല്ലുന്നത്. നടന്ന് അവരോടൊപ്പം സഞ്ചരിക്കുന്നു, വിമാനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, പൈലറ്റുമാരുമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. എന്തിന്, താഴെ തട്ടിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ടും ഈ ഒരു സന്തോഷം പ്രധാനമന്ത്രി പങ്കുവച്ചു. അല്ലെ, ശരിക്കും സന്തോഷിച്ചൂടെ? ശരിക്കും സൈനികർക്ക് സന്തോഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്കും കിട്ടിയതിൽ ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യക്കാരും അഭിമാനിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.